അതെ, ഈ രാവിലെ തന്നെ മടി പിടിച്ചാൽ എങ്ങനെയുണ്ടാകും? അതാട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന എൻ്റെ അടുക്കള. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു മടി. അങ്ങനെ അലാറം ഓഫ് ചെയ്ത് എണീറ്റപ്പോൾ നല്ല ലേറ്റായി. പിന്നെ ഒരു കാരണം കൂടിയുണ്ട്. 9:30 കഴിയുമ്പോഴത്തേക്കും അവളെ കൊണ്ട് വിട്ടാൽ മതി. അപ്പോൾ അന്നേരത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. പിന്നെ ലഞ്ച് വന്ന് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ധാരണയിൽ അങ്ങനെ കിടന്നു. സാധാരണ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് വിട്ട് വന്ന് കഴിയുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടും. ഇന്ന് അതൊന്നും നടന്നില്ല. അങ്ങനെ അവളെ കൊണ്ട് വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ദേ ലഞ്ച് പ്രിപ്പയർ ചെയ്യുവാണ്. ഇത് മാത്രമല്ല കേട്ടോ, അടുക്കള ഫുള്ള് മെസ്സിയായിട്ട് കിടക്കുകയാണ്. അവൾ കളിച്ചിട്ട് പോയ അവളുടെ ടോയ്സ് എല്ലാം ലിവിംഗ് റൂമിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. എല്ലാം ഒതുക്കി വെക്കണം. ഒത്തിരി പണിയുണ്ട്. അപ്പോൾ ആദ്യം ലഞ്ച് പ്രിപ്പയർ ചെയ്തേക്കാമെന്ന് കരുതി. 12:30 ആകുമ്പോഴത്തേക്കും അവൾ വരുമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജോലി മുഴുവൻ ചെയ്യണം. അപ്പോൾ ആദ്യം ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. വേറൊന്നുമില്ല കേട്ടോ. ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, ചോറ്, പിന്നെ മോരുകറി ഇരിപ്പുണ്ട്, അച്ചാറുണ്ട്. ഇത്രയും മതി ഉച്ചക്കത്തെ ലഞ്ചിന്. പിന്നെ ബാക്കിയുള്ളത് ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത് വെക്കണം. പിന്നെ അവളുടെ ടോയ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം കേട്ടോ. എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും 12:30 ആകുമ്പോൾ ആളിങ്ങ് വരും. പിന്നെ അത് മൊത്തത്തിലെ നേരത്തും. എന്നാലും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയി. അങ്ങനെ ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. ഒരു സെക്കൻഡ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തരത്തിലുള്ള ബുക്കിൻ്റെ വലിയ ഫാനല്ല. എന്നാലും എല്ലാവരും അടിപൊളി ബുക്കാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വായിക്കാനൊരു കൊതി. അങ്ങനെ ഈയിടെ വാങ്ങിച്ച കേട്ടോ. അങ്ങനെ വായിച്ചു തുടങ്ങി. സെക്കൻഡ് ചാപ്റ്റർ ആയതേ ഉള്ളൂ. എനിക്ക് സാധാരണ ട്രാവലോഗൊക്കെ ആട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.